ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമുക്ക് ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 640/2023 ഇതിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. സിലബസ് നമുക്ക് നോക്കാം. ഇതിൽ പാർട്ട് 1 ആയിട്ട് പറഞ്ഞേക്കുന്നത് കോപ്പറേഷൻ ആണ്. 50 മാർക്കിനാണ് കോപ്പറേഷൻ ഉള്ളത്. മൊത്തം മാർക്ക് 100, 100-ൽ 50 മാർക്കും കോപ്പറേഷനാണ്. അതിൽ ഒന്നാമത്തത് കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ്. അതിനകത്ത് വരുന്നത് ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, കോപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്, distinctive features of cooperative organizations, പിന്നെ പാർട്ട്ണർഷിപ്പ് ആൻഡ് ജോയിന്റ് കമ്പനീസ്, എ കോപ്പറേറ്റീവ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആസ് എൻ എന്റർപ്രൈസ്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ഇതാണ് ഒന്നാമത്തത്. 2, എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അതിൽ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അത് റോസ്ഡേല് പൈനേഴ്സിൻ്റെ സ്റ്റേജ് 1, പിന്നെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ബൈ ICA സ്റ്റേജ് 2, പിന്നെ കാർവേ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേജ് 3, പ്രിൻസിപ്പിൾസ് ഓഫ് ICA ഇൻ 1995, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇനി ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. കേരളത്തിൽ നമ്മളെ കോപ്പറേറ്റീവ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, പിന്നെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ PCRDBസും SCRDBസും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. പിന്നെ ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് ഫെഡറേഷൻസ് ഇൻക്ലൂഡിങ് NAFED. അതിൽ NAFED, റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് ഫെഡറേഷൻസ്, ഡയറി കോപ്പറേറ്റീവ്സ് സൊസൈറ്റീസ് ആൻഡ് ഫെഡറേഷൻസ്, ഫിഷറി കോപ്പറേറ്റീവ്സ് ആൻഡ് ദർ ഫെഡറേഷൻസ്, പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഓക്കെ, പിന്നെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ആൻഡ് ഫെഡറേഷൻസ്, പിന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആൻഡ് ദർ ഫെഡറേഷൻസ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആൻഡ് ദർ ഫെഡറേഷൻസ്, പിന്നെ അതിനകത്ത് ഹാൻഡ്ലൂമും പവർ ലൂമിൻ്റെ ഇത് വരുന്നുണ്ട്, കയറ് ഹാൻഡിക്രാഫ്റ്റ്സും വരുന്നുണ്ട്. പിന്നെ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് വർക്കർ കോപ്പറേറ്റീവ്സ് ഇൻ കേരള. അപ്പോൾ ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാം. ഇതാണ് മൂന്നാമത്തെ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ആദ്യം കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ്, പിന്നെ രണ്ടാമത്തെ എവല്യൂഷൻ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, പിന്നെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. ഇനി നാലാമത്തത് മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡ് ഓഫ് കോപ്പറേറ്റീവ്സ്. അതായത് NAFED, IFCO, CRIPCO, NABARD, NDDB, NCDC, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആൻഡ് അതർ നാഷണൽ ഓർഗനൈസേഷൻസ് പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ടെസ്റ്റ് സീരീസ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്താലേ നമുക്ക് ജോലിയിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. ടെസ്റ്റ് സീരീസ് ഒരുപാട് ചെയ്യുമായിരുന്നു. ടെസ്റ്റ് സീരീസ് നമ്മൾ ചെയ്തിട്ട് അതിൽ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും അത് റിവൈസ് ചെയ്ത് നോക്കും, എവിടെയാണ് തെറ്റിയെന്ന് നോക്കും. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത്. ഞാൻ ജോലി കയറിയതും അങ്ങനെയാണ്. നിങ്ങൾ ഇന്നൊന്നുമല്ല, ഏത് എക്സാം കിട്ടിയാലും എഴുതുക. അത് വെറുതെ പോയി പരീക്ഷ എഴുതിയിട്ട് നമ്മൾ പഠിക്കാന്ന് പറഞ്ഞ് നിൽക്കരുത്. ഒരുപാട് മോക്ക് എക്സാം എഴുതിയിട്ട് ജോലി കിട്ടണമെന്ന് വെച്ച് തന്നെ പരീക്ഷ എഴുതുക. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ജോലി കയറാൻ നോക്കുക. പിന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, അഡ്വാൻറ്റേജ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിന്റ് കമ്പനീസ്. ഓക്കെ, പിന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഫോർ കോപ്പറേറ്റീവ്സ്, ഓഡിറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്, മെക്കാനിക്കൽ
audit preparations for audit and framing of audit programs, staged of particular audit, practical audit, mechanical audit, administrative audit, preparation of final statement, reconciliation of bank accounts, cooperative audit, duties, powers and liabilities, audit report, audit certificate, audit classification, assessment and levy of audit fees. Okay. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ ഓഡിറ്റ്, റെക്കൺസിലിയേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, കോപ്പറേറ്റീവ് ഓഡിറ്റ്, പവർ ആൻഡ് ലയബിലിറ്റീസ്, ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ടോപ്പിക് ബൈ ടോപ്പിക്ക് പോവാം. ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, മാനേജിങ് ദ സോഷ്യൽ പ്രോസസ് ഇൻ എ കോപ്പറേറ്റീവ്, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ, പിന്നെ associative character of a cooperative and managing a cooperative association, issues in organizing a cooperative, size of the organization, small area versus large area, single purpose versus multi-purpose cooperatives, പിന്നെ multi-purpose versus multifunctional cooperatives, unitary versus federal cooperatives, designer versus greenhouse cooperatives, issues in financing a cooperatives, evaluating a cooperative organization, member dimensions, enterprise dimension and ethical dimension. ഈ ടോപ്പിക്സ് ഒക്കെ എനിക്കും കുറച്ച് ന്യൂ ആണ്, പക്ഷെ നമുക്ക് പഠിക്കാം. ഞാൻ CSU പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്ക് ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, പക്ഷെ ഇത് ഇൻസ്പെക്ടർ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വേണ്ടി വരും. പിന്നെ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, arbitration and awards, provisions and procedures, execution and enforcement of awards, provisions and procedures, appeals, review, revision, meaning and distinction, authority of appeals, corporate tribunal, constitution and powers, offenses and penalties, provisions and procedures. ഇതൊക്കെ നമ്മൾ ഓൾറെഡി HDC ഒക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇത് വീണ്ടും ഒന്നുകൂടെ പഠിക്കാം, അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെ സോഴ്സസ് ഓഫ് ഫണ്ട്സ്, സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ്, ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്, ഗ്രാൻഡ്, സബ്സിഡീസ്, ഓൺഡ് ഫണ്ട്സ്, ബോറോഡ് ഫണ്ട്സ്. ഓക്കെ, ഇത് നമ്മൾ HDCക്ക് പഠിച്ച കാര്യം തന്നെയാണ്, വീണ്ടും റിവൈസ് ചെയ്യാം നമുക്ക്. പിന്നെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള, എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, the 1904 Act of 1912, പിന്നെ ട്രാൻസ്ഫർ ഓഫ് കോപ്പറേഷൻ as a provisional subject, okay, National Development Council Resolution 1956, the Model Cooperative Societies Bill 1957, the Model Cooperative Societies Bill 1991 by Planning Commission, trend towards parallel cooperative laws, Andhra Pradesh Mutually Aided Cooperative Societies Act 1995, Multi-State Cooperative Societies Act 1984 and its replacement in 2002. Okay. പിന്നെ evolution of cooperative legislation in Kerala and enactment of Kerala Cooperative Societies Act 1969. അപ്പോൾ നമ്മൾ ലോയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, ബാക്കി വിട്ടുപോയ കാര്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. ഇനി പാർട്ട് 2 ബാങ്കിങ്. അപ്പോൾ 100-ൽ 50 മാർക്ക് കോപ്പറേഷനും 40 മാർക്ക് ഇപ്പോൾ ബാങ്കിങ്ങുമാണ്. ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, നമുക്ക് നോക്കാം. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്കിങ്, origin of the word bank, commercial banking system, unit banking, branch banking, correspondent banking, group banking, holding company banking, chain banking, mixed banking. പിന്നെ functions of a commercial bank, primary functions, accepting of deposits, different types of deposits, savings deposit, current deposits, fixed deposits, recurring deposit, basic savings deposit accounts, BSBDA. Okay, then current account, savings account, CASA. Okay, certificate of deposits, നമ്മൾ FD സർട്ടിഫിക്കറ്റ് ഉദ്ദേശിക്കുന്നത്. Lending of funds, different methods,
ഡയറക്റ്റ് ലോൺ, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്, ancillary services, subsidiary functions, agency services, general utility services, principles of commercial banking, principles of lending, credit creation by commercial banks, primary deposits and derived deposits, technique of credit creation, credit contraction, limitations of credit creation. Okay, ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ, ജസ്റ്റ് ബേസിക്സ് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാം. 4 മാർക്കിനാണത്. പിന്നെ സെൻട്രൽ ബാങ്കിങ്, നമ്മൾ RBI കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, സെൻട്രൽ ബാങ്കിങ്, അതിൻ്റെ ഡെഫിനിഷൻ ഓഫ് എ സെൻട്രൽ ബാങ്ക്. നമുക്ക് ഡെഫിനിഷൻ ഒന്നും നമുക്കിത് വരാൻ സാധ്യതയില്ല, നമുക്ക് അറിഞ്ഞിരിക്കുക. നമുക്ക് OMR ആണല്ലോ ചെയ്യാനുള്ളത്. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് പോവാം. Then definition of a central bank, origin of Reserve Bank of India, nationalization of RBI, functions of RBI, other issue of currency, principles and systems of note issue, RBI's currency authority, RBI's banker, agent, advisor and debt manager to the government, RBI's financial assistance to central and state government, ways and means advances. Okay, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ways and means advances terms. Overdraft, central bank as a bankers banking regulation and supervision of banks by RBI, Reserve Bank as custodian of foreign exchange reserves of the country, developmental role of RBI, instruments of monetary policy, and quantitative techniques of credit control, bank rate policy, operation and the limitations of bank rate policy, open market operations, objectives, methods of operation by RBI, limitations of OMO. നമ്മൾ പറഞ്ഞ OMO എന്ന് വെച്ചാൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, പിന്നെ വേരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്, അതായത് CRR, SLR ഒക്കെ വരും. ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, CRR, SLR ഒക്കെ. പിന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്, വേരിയേഷൻ ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്സ്, മോറൽ റേഷനിങ് ഓഫ് ക്രെഡിറ്റ്, ഇതെല്ലാം വരും. ഓക്കെ, ഇതാണ് RBIയുടെ പാർട്ടിലുള്ള കാര്യങ്ങൾ. ഓക്കെ, സെൻട്രൽ ബാങ്കിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. പുറത്തുനിന്ന് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. നമ്മൾ ഇതിനകത്ത് ഞാൻ ഓരോ വീഡിയോയ്ക്ക് താഴെ മാക്സിമം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റ്യനെയർ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അത് ഫ്രീ ആയിരിക്കും. അത് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ Gmail വെച്ച് സൈൻ ഇൻ ചെയ്തിട്ട് അതിൽ ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരു 15-20 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് എന്ത് ചെയ്യും, ഇത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കാം, പഠിക്കാം. അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ ഈ കോഴ്സ് തുടങ്ങുന്നതിൻ്റെ കാര്യം, ഓൾറെഡി ഞാൻ എംപ്ലോയിഡ് ആണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാം, ബാക്കിയുള്ളവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പോയി പൈസ കൊടുക്കാൻ പറ്റാതെ സാധാരണ ആൾക്കാരുണ്ട്. അവർ എൻ്റെ വീഡിയോ കണ്ടാൽ മതി, കുഴപ്പമില്ല. ബാക്കി പൈസ ഉള്ളവർ അവർ കോച്ചിങ്ങിന് പൊക്കോട്ടെ, പ്രശ്നമില്ല. അല്ലാത്തവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് എനിക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മളൊക്കെ ജോലി ഇരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, പിന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് അസോസിയേറ്റ്സ്, മെർജിങ് ഓഫ് അസോസിയേറ്റ് ബാങ്ക്സ് വിത്ത് SBIയിൽ മെർജ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഞാൻ വീഡിയോ ഇടാം. പിന്നെ സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ്, circumstances leading to social control, aims and objectives of National Credit Council, nationalization of commercial bank, പിന്നെ lead bank scheme, objectives, functions of lead bank, district credit plan. Okay, നമുക്ക് നോക്കാം. district credit plan, പിന്നെ concept of service area approach, ഇതൊക്കെ വരും. differential rate of interest scheme, features of schemes, പിന്നെ റീജിയണൽ റൂറൽ ബാങ്ക് RRBs. ഓക്കെ, ഒബ്ജക്റ്റീവ്സ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് മാനേജ്മെന്റ്, പ്രോബ്ലംസ് ആൻഡ് പ്രോഗ്രസ് ഓഫ് RRBs, മെർജിങ് ഓഫ് RRBs. ഓക്കെ, ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷൻ,
പിന്നെ പോസ്റ്റ് ലിബറലൈസേഷൻ ബാങ്കിങ് ഇൻ ഇന്ത്യ, മേജർ റെക്കമെൻഡേഷൻസ് ഓഫ് നരസിംഹം കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സിസ്റ്റം, നരസിംഹം കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ്, പിന്നെ എൻട്രി ഓഫ് ന്യൂ ജനറേഷൻ ബാങ്ക്സ്, mergers and acquisitions in banking sector, local area banks, features, differentiated banks, payment banks and small finance banks, permitted business. Okay. പിന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ കൺസെപ്റ്റ്സ്, RBI and NABARD initiatives for financial inclusion, ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ബാങ്കിങ് legislation in India. Banking Regulation Act 1949 with the latest amendments, objectives, definitions of banking, banking company, approved securities, demand and time liability, permit and prohibited business of banking company, regulation of voting rights of shareholders, restriction as to the payment of dividend, reserve fund, licensing of banking companies, power of inspection, audit of bank accounts, acquisition of banking companies, amalgamation of banking companies, winding up of banking company. ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് പഠിക്കാം. ഞാനിതിൽ ക്ലാസ് ഇടാൻ വേണ്ടി ഏതെങ്കിലും വിട്ടുപോവുകയോ ഏതെങ്കിലും ടോപ്പിക്ക് മിസ്സാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നമുക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറച്ച് തിരക്കായിരിക്കും. എനിക്ക് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു തരണം, നമുക്കതനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ഒരാൾക്കെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുക. എനിക്ക് വേറെ ഒന്നും ഇതിൽ ആവശ്യമില്ല. ഓക്കെ, ഈ പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്. Banker and customer, general and special relationship between a banker and a customer, obligations of banker, honoring of checks, maintaining secrecy of customers' accounts, garnishee order, consequences of wrongful dishonor of checks, stop payment of checks, right of a banker, right of general lien, right of set-off, banker's right of appropriation, Clayton's rule. Banking ombudsman, objectives, nature of compliance dealt by ombudsman, types of customers, operation and closing of different types of bank accounts, special type of bank customers, accounts of non-resident Indians, joint accounts, accounts of partnership firms, joint stock companies, clubs and associations. Law relating to negotiable instruments. The characteristics of negotiability, types and features of negotiable instruments, bill of exchange, promissory notes and checks, bank drafts, pay orders, endorsement of negotiable instruments, legal significance, kinds of endorsement, crossing of checks, significance of crossing, types of crossing, marking of checks, collecting banker, legal status, statutory protection, duties, paying banker, disorder of checks, statutory protection, payment in due course, holder in due course, modes of charging securities, lien, pledge, hypothecation, mortgage, kinds of mortgage, guarantee and indemnity, right and duties of guarantor. ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്, അത് നമുക്ക് പഠിക്കണം. അതിനകത്ത് types of agricultural credit, short term, medium term, long term, crop loan, Kisan credit card, KCC schemes, objectives, purpose, eligibility, features, lending to priority sectors, category targets and sub targets, National Bank for Agricultural and Rural Development, NABARD, financial development and supervisory role, microfinance, concept and significance, linking of self-help groups and banks. ഇതും പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ടോപ്പിക്കായിട്ട് നോക്കാം. നമുക്ക് ടൈം പെർമിറ്റിന് എങ്ങനെയെന്ന് അറിയില്ല, നമുക്കതനുസരിച്ച് മാക്സിമം ചെയ്യാം. പിന്നെ ഇതിനെല്ലാത്തിനും നമുക്ക് മാക്സിമം ഞാൻ ക്വസ്റ്റ്യൻ ഇടാം. അഥവാ നമുക്ക് ഇതിന് ടോപ്പിക് കവർ ആകാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് MCQs ചെയ്യുമ്പോഴത്തേക്ക് അത് കവറപ്പ് ചെയ്യും. നമുക്ക് ജസ്റ്റ് എക്സാം പാസ്സാവുകയാണല്ലോ നമ്മൾ ഒബ്ജക്റ്റീവ്. നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് പോവാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, technological advances in banking, payment and settlement system of RBI, concept of electronic banking, electronic clearing service, real-time gross settlement, national electronic fund transfer, immediate payment services, Indian financial system code, automated teller machine, ATM,
കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, റൂപേ കാർഡ്, ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ വാലറ്റ്, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ, ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം, ക്യാഷ്ലെസ് പേയ്മെൻറ്റ് സിസ്റ്റം, ക്യാഷ്ലെസ് എക്കണോമിക്, ഇന്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ, സ്വിഫ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ പേടിക്കണ്ട. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ടേം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, OMR ചെയ്യുക. പിന്നെ നമുക്കിപ്പോൾ ഇൻ്റർവ്യൂവിനല്ലല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഞാൻ PSC ഇൻ്റർവ്യൂവിന് ബാങ്ക് മാനേജർ ഇൻ്റർവ്യൂവിന് പോയതാണ്. അപ്പോൾ പോയ സമയത്ത് എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാനലിൽ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് PSC കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ പെട്ടെന്ന് ഫേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടെൻഷനൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന പല ക്വസ്റ്റ്യൻസ് ഓരോ സമയത്ത് ചോദിച്ചതാണ്. അങ്ങനെ പിന്നെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്, പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ബാങ്ക്സ്, ക്യാമൽസ് റേറ്റിംഗ്, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, Tier 1 and Tier 2 capital, risk-weighted assets, capital to risk-weighted asset ratio, CRAR. പിന്നെ non-performing assets, NPF banks, classification of standard, substandard, doubtful and loss assets, provisioning for NPAs, concepts of securitization, reconstruction and security interest enforcement under SARFAESI Act 2002. Pradhan Mantri Social Security Schemes implemented through banks, rules for Pradhan Mantri Suraksha Bima Yojana PMSBY, Pradhan Mantri Jeevan Jyoti Bima Yojana PMJJBY, and Adult Pension Yojana APY. ഇതിൽ പലതും നമ്മൾ ബാങ്കിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. നിങ്ങളിപ്പോൾ ബാങ്ക് എക്സാം ആണെങ്കിലും ഇപ്പോൾ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ ആണെങ്കിലും നമ്മൾ പല ടേംസും കേൾക്കേണ്ടി വരും. നിങ്ങൾ ബാങ്കിൽ കയറുമ്പോഴത്തേക്ക് മെയിനായിട്ട് നമ്മൾ കേൾക്കുന്ന സാധനം NPA, CRAR, പിന്നെ ഈ സ്റ്റാൻഡേർഡ് അസറ്റ്, നോൺ സബ്സ്റ്റാൻഡേർഡ് ഔട്ട്ഫുൾ, ഇതൊക്കെ ആയിരിക്കും കളി. പിന്നെ സർഫേസി, നമ്മൾ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആക്റ്റാണ് സർഫേസി ആക്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ കേൾക്കുന്ന മെയിൻ കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. പാർട്ട് 3 അതിൽ IT ആൻഡ് സൈബർ ലോസ് 10 മാർക്കിന്. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ നമ്മുടെ 100 മാർക്ക് തികഞ്ഞു. പാർട്ട് 3 IT ആൻഡ് സൈബർ ലോസ്, അതിനകത്ത് ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ തന്നെയാണ്. മിക്കതും നമ്മൾ കേട്ടതാണ് PSCക്കൊക്കെ. മിക്ക ആൾക്കാരും ഇതിൽ PSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കും. സോ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫംഗ്ഷൻസ് എക്സാമ്പിൾസ്, അത് നമുക്ക് നോക്കാം. 10 മാർക്കിൻ്റെ അല്ലേ, നമുക്ക് മാക്സിമം നോക്കാം. അതിനായിട്ട് ഞാൻ വീഡിയോ ഇടാൻ ടൈം കിട്ടുമെന്ന് തോന്നുന്നില്ല. നമുക്ക് MCQs ചെയ്യാം. ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ബെറ്റർ. പിന്നെ പോപ്പുലർ ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ പാക്കേജസ്, വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്സ്, ഡേറ്റാബേസ് പാക്കേജ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റർ, യൂസേഴ്സ് ഫീച്ചേഴ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഓഫ് ഈച്ച്. ഓക്കെ, നോക്കാം. നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ചെയ്യാം. പിന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ, ലാംഗ്വേജ് നീഡ് ടു ബി കൺസിഡേർഡ്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, LAN, WAN, MAN, ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഏരിയ, പിന്നെ നെറ്റ്വർക്ക് ഡിവൈസസ്, മീഡിയ, സ്വിച്ച്, ഹബ്, റൗട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ് വേ, പിന്നെ അതിൻ്റെയൊക്കെ യൂസ്, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ വിട്ടുപോയെന്ന് ഓർമ്മിപ്പിക്കുക, നമുക്കത് കവർ ചെയ്യാം. പിന്നെ ഇൻ്റർനെറ്റ് സർവീസസ്, വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ, സെർച്ച് എൻജിൻസ്, എക്സാമ്പിൾസ് ആൻഡ് പേർപ്പസസ്, പിന്നെ സോഷ്യൽ മീഡിയ, എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ്, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, ബേസിക്സ്, അത് മാത്രം മതി. പിന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ടൈപ്സ് ഓഫ് ക്രൈംസ്, അവയർനെസ് ലെവൽ പഠിക്കാനുണ്ട്. പിന്നെ IT ആക്ടിൻ്റെ ലോസ്, അത് നമുക്ക് സൈബർ ക്രൈമിൻ്റെയൊക്കെ ഈ സൈബർ ലോയുടെയൊക്കെ കുറേ സെക്ഷൻസ് പഠിക്കേണ്ടി വരും. നമുക്കത് കവർ ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ ഇതല്ലാതെ വേറെ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, അത് നിങ്ങൾക്കറിയാമല്ലോ, യൂഷ്വൽ PSC പറയുന്നതാണല്ലോ. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മെയിനായിട്ട് കവർ ചെയ്യണമെന്നുണ്ട്, ഞാൻ വിട്ടുപോകണമെങ്കിൽ നിങ്ങൾ പറയുക. ഇപ്പം നല്ല കോച്ചിങ്ങിനൊക്കെ പോകാൻ പറ്റുന്നവരുണ്ട്, പെയ്ഡ് കോച്ചിങ്ങിനൊക്കെ പോകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പോവുക, ഒബ്വിയസ്ലി നിങ്ങൾ പോവുക. ഇല്ലാതെ നമുക്ക് സാധാരണ ഇതായിട്ട് പഠിക്കാൻ വേണ്ടി സാധാരണക്കാരുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക, നമുക്ക് മാക്സിമം കവർ ചെയ്യാം. എന്ത് വന്നാലും നിങ്ങൾ പെയ്ഡ് കോഴ്സ് എടുത്താലും ഇല്ലെങ്കിലും ജോലി കിട്ടണം. ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ജോലി കിട്ടിയപ്പോഴാണ് ആ ജോലിയുടെ വില എന്തെന്ന് മനസ്സിലായത്.
പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനി കുറ്റമല്ല പറയുന്നത്, പക്ഷേ എനിക്ക് അതിൽ നിന്ന് എന്തുമാത്രം മാറ്റം വന്നിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിലബസ് കവറായി വിശ്വസിക്കുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്